ഞാൻ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ ശോഭന. എന്നിട്ടും പപ്പയുടെ സ്വന്തം അപ്പൂസിൽ എന്നെ കൊണ്ട് ശോഭനയ്ക്കല്ലായിരുന്നു ഡബ് ചെയ്യിച്ച്, മറ്റേ ക്യാരക്ടറായിരുന്നു ജയിച്ചത്. എനിക്ക് ഭയങ്കര ദേഷ്യം. ഏതോ ഒരു പുതിയ പെണ്ണ്, ആർക്കും അറിയാത്തൊരു പെണ്ണിനെ കൊണ്ട് എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നു, ഇത് ഡബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ ശബ്ദം അങ്ങ് ശോഭനയ്ക്ക് എടുത്ത് കൊടുത്താലും മതി. ഇതിങ്ങനെ പറഞ്ഞ് പിന്നെ രണ്ടാമത് കഥ പറഞ്ഞു തരത്തിട്ടെ. ഡബിങ് തിയേറ്റർ വന്നിരുന്ന എന്തോ പാച്ചിക്ക് കഥ, കഥ പറഞ്ഞു തന്നാൽ പിന്നെ ഇയാളങ്ങ് ശരിയാക്കി തരും. ചില നോട്ട്സ് ഇല്ലേ, കണ്ണാ എന്ന് വിളിക്കുന്നു, അതിന് എത്ര നോട്ട്സ്, കണ്ണാ കണ്ണാ, ഈ പല പല നോട്ട്സ് ഉണ്ടേ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് തപ്പിയെടുത്ത് വരെ ഫീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ആ കുട്ടി മലപ്പുറം കൊടുത്തോട്ടെ കാര്യം ശേഷം അതിന്റെ പെർഫോമൻസ് ഭയങ്കര കുഴപ്പമായിരുന്നു, ഭയങ്കര കുഴപ്പമായിരുന്നു. വരുന്നില്ല, ഒന്നും വരുന്നില്ല. അവസാനം പാടുപെട്ട് എടുപ്പിച്ചതാണ്. പിന്നെ എനിക്ക് ഒരേ ഒരു ഹോപ്പ് ഡബിങ്ങിൽ കയറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഈ ശോഭനയെ പറ്റിയിട്ട് അപ്പൊ ഇങ്ങനെ ആ കുട്ടി പിന്നെ മമ്മൂക്കയുടെ അടുത്ത് പറയില്ല പപ്പ എന്ന് വിളിക്കുമ്പോ മമ്മൂക്ക പെട്ടെന്ന് എന്താ വിളിച്ചതെന്ന് പറഞ്ഞു ചോദിക്കില്ല. അപ്പൊ സാർ നീ പറയില്ല. അപ്പം ഞാൻ സാർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാതെ മൈക്കിനും ആ കുട്ടിയെ സാർ ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ. അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫാസിൽ സാറിന്റെ പടം ചെയ്യുമ്പോൾ മാത്രം വേറൊരു ടോൺ വരുന്നു. ഭാഗ്യലക്ഷ്മി അല്ലാതെ മറ്റേത് ഈ പറയുന്ന പോലെ ഭാഗ്യലക്ഷ്മി വരുന്നു. ഭാഗ്യലക്ഷ്മി അല്ല. നമ്മൾ നേരത്തെ ഈ ഇതിന്റെ കാര്യം പറഞ്ഞു, ഈ പിന്നെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു, സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സൂര്യപുത്രി ഇപ്പം നദിയ മൊയ്തീന് ഡബ് ചെയ്തു, ശോഭനയ്ക്ക് ഡബ് ചെയ്തു, സൂര്യപുത്രിക്ക് അമിലയ്ക്ക് ഡബ് ചെയ്തു. ഇത് മൂന്ന് മുമ്പ് കാണാം ഭാഗ്യലക്ഷ്മി എന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നു. കാര്യം മൂന്നിനും മൂന്ന് ട്രെൻഡും ടോണും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന സൗണ്ടിൻ്റെ കാര്യം, ഈ അമല ഈ മാതൃത്വം അന്വേഷിച്ച് നടക്കുന്നൊരു പെണ്ണായിട്ടാണ്. അവസാനം അമ്മയെ ഫോൺ ചെയ്യും, അമ്മ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അമ്മയാണെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവസാനം ഫോൺ വെച്ചിട്ട് രാത്രി വഴി കിടന്നൊരു പാട്ട തട്ടി നടന്നു വന്നിട്ട് ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഞാൻ പറഞ്ഞ ഹെൽപ്ലെസ് ആയിട്ടുള്ള ജസ്റ്റ് ഫിനിഷായി കഴിഞ്ഞ ഉടനെ അത് തട്ടി വന്നിട്ട് ഇങ്ങനെ നിന്ന് ഒരു സൗണ്ട് ഇട്ടാൻ പറഞ്ഞു ഇട്ടു. പ്രിവ്യൂ കൊണ്ടിരിക്കും ഗ്രേറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഈ ഹൂന്